ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. 5.1 ആംപ്ലിഫയർ ആണെന്ന് നമുക്ക് പറയാം. ജി സ്റ്റാറിൻ്റെ 5.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വോൾട്ടായിട്ട് പറയുന്നത്. 12 വോൾട്ട് തൊട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം, 24 വോൾട്ട് മാക്സിമം കൊടുക്കാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 24 വോൾട്ട് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ 12 വോൾട്ട് കൊടുക്കാനായിട്ടുള്ളത്. സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു പോസിറ്റീവും ഒരു ഗ്രൗണ്ടുമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പം ക്ലാസ് ഡി ബോർഡുകൾക്ക് വേണ്ടിയിട്ട് നല്ല SMPSകൾ ഇറങ്ങുന്നുണ്ട്. 24 വോൾട്ടിൻ്റെയൊക്കെ നല്ല 6 ആമ്പിയറും 7 ആമ്പിയർ SMPS ഒക്കെ ഇറങ്ങുന്നുണ്ട്. ആ ഒരു SMPSൽ ഇത് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ആമ്പിയർ കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ 24 വോൾട്ടിൻ്റെ ഓഡിയോ ഗ്രേഡാണ് ഉദ്ദേശിക്കുന്നത്. ഓഡിയോ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന SMPSകൾ 24 വോൾട്ടിൻ്റെ 6 ആമ്പിയറും 7 ആമ്പിയറും തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ LED ഡ്രൈവേഴ്സ് ഉണ്ട്. LED ഡ്രൈവേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം, പക്ഷേ ചില സന്ദർഭങ്ങളിൽ നോയ്സ് വരുന്നതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഇവിടെ പറയാത്തത്. നമുക്ക് 24 വോൾട്ട് ഓഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള SMPSകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 750 രൂപ 800 രൂപയ്ക്കൊക്കെ അത് അവൈലബിൾ ആണ്. ഇതിൻ്റെ വാട്ട് ഔട്ട്പുട്ട് നമുക്ക് എത്ര പവറാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 6 ചാനലുകളാണ് ഉള്ളത്. അതിൽ 4 ചാനലുകൾ 50 വാട്ടാണ് കിട്ടുന്നത്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് 50 വാട്ട്, അതായത് ലെഫ്റ്റ് 50 വാട്ട്, റൈറ്റ് 50 വാട്ട്, ബാക്കിൽ അതുപോലെ ലെഫ്റ്റ് റൈറ്റ്, ബാക്ക് സൈഡ് ലെഫ്റ്റ് റൈറ്റ് 50 വാട്ട് വെച്ചിട്ട് 2 ചാനലും അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അടുത്ത് വരുന്നത് സെൻട്രൽ ചാനലാണ്. സെൻട്രൽ ചാനൽ 100 വാട്ടും സബ് വൂഫറിൻ്റെ സൈഡ് 100 വാട്ടുമാണ്. അതായത് സബ് വൂഫർ 100 വാട്ടുമാണ് അവർ അവകാശപ്പെടുന്നത് ഇതിൽ. അപ്പം ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC TPA 3116 എന്ന് പറയുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഡാറ്റാ ഷീറ്റ് പ്രകാരം ഏകദേശം 100 വാട്ട് തന്നെയാണ് അവർ പറയുന്നത്. സർക്യൂട്ടുകൾ ചെയ്യുന്നതനുസരിച്ചും വോൾട്ട് കൊടുക്കുന്നതിനനുസരിച്ചും ആ വാട്ട് കൂടുന്നതിനും കുറയുന്നതിനും ചാൻസ് ഉണ്ട്. അതായത് മാക്സിമം 100 വരെ കിട്ടുന്നതിനോ അല്ലെങ്കിൽ അതിൽ താഴേക്ക് 80 അല്ലെങ്കിൽ 70 വാട്ടിലേക്ക് നമുക്ക് സർക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് ഇതിൽ 100 വാട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ചേർത്ത് ബ്രിഡ്ജ് ചെയ്ത് ഒരു സ്റ്റീരിയോ ICയെ അവർ ബ്രിഡ്ജ് ചെയ്തിട്ട് അതിനെ 100 വാട്ടാക്കി വച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കതിൽ 100 വാട്ട് കിട്ടും എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് ഡാറ്റ ഷീറ്റ് പ്രകാരം ആ ICയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാട്ട് ഔട്ട്പുട്ടാണ് ആ 100 വാട്ട് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ കൊടുക്കുന്ന വോൾട്ടും അതിന് ബന്ധപ്പെട്ടിരിക്കും. 24 വോൾട്ട് കൊടുക്കുമ്പോഴായിരിക്കാം അതിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഒരു 90 വാട്ട് അല്ലെങ്കിൽ നമുക്ക് സർക്യൂട്ട് പ്രകാരം ഒരു 90 വാട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 100 വാട്ട് എന്ന് നമുക്ക് പറയാം. കാര്യം അവരുടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ അതിൽ 100 വാട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ ഒരു IC 100 വാട്ട് എന്ന് അവർ പറയും. അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് 100 വാട്ടും. നോർമലി ലെഫ്റ്റ് റൈറ്റ് എടുക്കുന്നത് സ്റ്റീരിയോ IC ആണ്. 3116 ഒരു സ്റ്റീരിയോ IC ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ICക്ക് 50 വാട്ട് അവർ പറയുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ വർക്കിംഗ് സമയത്ത് അത്രയും കിട്ടണം, ഫുൾ വർക്കിംഗ് ചെയ്യിപ്പിക്കുന്ന സമയത്തായിരിക്കും അത്രയും 50 വാട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് 20 വാട്ടോ അല്ലെങ്കിൽ 30 വാട്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ അതിൽ നിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് 50 വാട്ടെന്നും ബ്രിഡ്ജ് ചെയ്യുമ്പോൾ 100 വാട്ടെന്നും പറയാം. ഈ ഒരു കണക്ടറിലാണ് നമ്മൾ 6 ചാനലിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. പുറകുവശത്താണ് അതിൻ്റെ മാർക്കിംഗ്, ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ് വൂഫർ സെൻറ്റർ ഒരു ഗ്രൗണ്ട്, SLSR ഗ്രൗണ്ട്, FL FR, കൂടാതെ തന്നെ ഈ മ്യൂട്ട് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ ആരും മ്യൂട്ട് ഓപ്ഷൻ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പം അത് ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇതിൻ്റെ പുറകു വശത്ത് 24 വോൾട്ട് ഗ്രൗണ്ട് എന്നുള്ളതും അവർ വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 24 ഗ്രൗണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മാറിപ്പോകരുത്. 24 വോൾട്ട് ഗ്രൗണ്ടും കൊടുക്കുന്നത് നമ്മൾ മാറാതെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇതൊരു ക്ലാസ് ഡി ബോർഡാണ്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൃത്യമായിട്ട് നോക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് IC ഡാമേജായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുക. നമ്മൾ നോക്കിയത് കറക്റ്റാണോ, നമ്മൾ കൊടുത്തത് കറക്റ്റാണോ, ചെയ്യുന്നത് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇതിൽ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഒരു പ്രൈസ്, ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് 2800 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്.
കൂടാതെ തന്നെ ഷിപ്പിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2800 രൂപയോളം വില വരുന്ന ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കുമ്പം ശ്രദ്ധിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പൈസ വേസ്റ്റ് ആയി പോകും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഭാഗത്തായിട്ടൊരു IC കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. TLO84 ആണ് ആ ഒരു IC. ആ IC എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ 4 ചാനലുകൾ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ഈ 4 ചാനലുകളുടെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പാമ്പ് IC ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, TLO84. കൂടാതെ തന്നെ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 6 പ്രീസെറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ സെറ്റുകൾ നമുക്ക് തിരിച്ചിട്ട് ലെഫ്റ്റോ റൈറ്റോ തിരിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ആ ഒരു സ്ട്രെങ്തിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിന് അതായത് പവർ ഔട്ട്പുട്ടിന് നമുക്ക് 6 ചാനലുണ്ട്. 6 ചാനലിൻ്റെ ഔട്ട്പുട്ടിന് നമുക്കൊരു പ്രീസെറ്റ് കറക്കിയിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 6 പ്രീസെറ്റ് അവരവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് സബ് ഊഫറിന് വേണ്ടി ഫിൽറ്റർ സെക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സബ് ഊഫർ ഫിൽറ്റർ വച്ചിട്ട് വേണം നമുക്കിതിൽ സബ് ഊഫറിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട്, ഓഡിയോ സിഗ്നൽ കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സബ് ഊഫർ ഫിൽറ്റർ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു സർക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ ഒരു വലിപ്പം മെഷർ ചെയ്ത് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെ ഏകദേശം 16 സെൻറ്റിമീറ്ററും ഈ ഒരു ഭാഗം ഏകദേശം 7.5 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ബോർഡല്ല, അത്യാവശ്യം ചെറിയ ബോർഡ് തന്നെയാണ്. നമുക്ക് ക്യാബിനറ്റിനുള്ളിൽ ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോർഡ് തന്നെയാണ്. കൂടാതെ തന്നെ ക്യാബിനറ്റിൽ വയ്ക്കുന്ന സ്പേസർ ഇടുന്നതിന് വേണ്ടി 4 ഹോളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഒരു എർത്തിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ, ഒരു ചെറിയൊരു സോൾഡറിങ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഇട്ട് ക്യാബിനറ്റിൽ മുറുക്കുന്ന സമയത്ത് സ്ക്രൂ വന്ന് ഇതിൽ ടച്ചായിട്ട് ഈ ഒരു ബോർഡിന് എർത്ത് കിട്ടുന്ന രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. നോയ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു എർത്തിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹീറ്റ് സിങ്ക് ചെറിയ രീതിയിലെങ്കിലും ഹീറ്റ് ആവും. കാര്യം 24 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ചെറിയ രീതിയിൽ ഹീറ്റ് ആവും. 24 അല്ല 12 വോൾട്ട് കൊടുക്കുന്ന സമയത്തും ഈ ഹീറ്റ് സിങ്ക് ഹീറ്റ് ആവും. അത് വലിയ ഹീറ്റല്ല, ചെറിയൊരു രീതിയിലാണ് ഇത് ഹീറ്റ് ആവുന്നത്. ഇതിൻ്റെ ഉൾവശത്ത് 4 ICകളാണ് ഉള്ളത്. 1 2 3 4 എന്ന രീതിയിൽ 4 IC ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു IC ബ്രിഡ്ജ് ചെയ്ത് 100 വാട്ട് സബ് ഊഫറിനും അടുത്ത IC ബ്രിഡ്ജ് ചെയ്ത് നമ്മുടെ സെൻട്രൽ ചാനലിനും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 ICകളിൽ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഒരു IC, അടുത്ത ബാക്ക് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഒരു IC, അങ്ങനെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഇതിനകത്ത് 4 ICകൾ വരുന്നുണ്ട്. IC വളരെ ചെറുതാണ്, 3116 വളരെ ചെറിയൊരു ക്ലാസ് D ആംപ്ലിഫയറിന് ഉപയോഗിക്കുന്ന ചെറിയ IC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡ് ഇത്രയും ചെറുതാക്കുന്നതിന് വേണ്ടി സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് SMT കമ്പോണൻസ് വരുന്നുണ്ട്. അത് പുറകു വശത്തൊന്നുമല്ല, ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ പുറകിലായിട്ട് ICകളുടെ അടുത്തായിട്ടാണ് ഈ SMT കമ്പോണൻസ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതായത് ഔട്ട്പുട്ടുകൾ അതായത് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. FL, FR, SL, SR, സെൻറ്റർ, ഈ ഒരു ഭാഗത്ത് സബ് ഊഫർ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അത് നമുക്ക് കണക്ടർ കൊടുത്ത് എടുക്കാവുന്ന രീതിയിലാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം എൻ്റെ ഇൻഡക്ടറാണ് ഔട്ട്പുട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള. ഔട്ട്പുട്ടിൽ നമ്മൾ സാധാരണ ക്ലാസ് ഡിയിൽ സബ് ഊഫറിൻ്റെ ബോർഡിലൊക്കെ കോയിൽ ചുറ്റിയിട്ടുള്ള ഇൻഡക്ടർ പോലെ ഇവിടെ അവർ SMD ടൈപ്പ് ഇൻഡക്ടർ ഇവിടെ ഉള്ളതാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഓഡിയോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 3116 നോർമലി 3116 ആംപ്ലിഫയറുകൾക്കെല്ലാം തന്നെ ട്രബിൾ റെസ്പോൺസ് ഒരല്പം കുറവായിരിക്കും, ബാസ് റെസ്പോൺസ് ഒരല്പം കൂടുതലായിരിക്കും. അപ്പോൾ അതേ ഇത് തന്നെയാണ് ഈ ബോർഡിലും വന്നിട്ടുള്ളത്. ട്രബിൾ റെസ്പോൺസ് കുറച്ച് കുറവും ബാസ് റെസ്പോൺസിറ്റി കൂടുതലുമാണ്. കൂടെ തന്നെ നമുക്ക് ടോൺ കൺട്രോളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ നമുക്കിവിടെ മാറി കിട്ടും. ഞാനിപ്പോൾ ഡയറക്റ്റാണ് കൊടുത്ത് നോക്കുന്നത്. ഞാനൊരു ബോർഡ് എടുക്കുമ്പോൾ എപ്പോഴും ബാസ് ട്രബിൾ ഉപയോഗിച്ചിട്ടല്ല അതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കുന്നത്, ഡയറക്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ബോർഡിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3116 ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാസ് റെസ്പോൺസ് ഒരല്പം കൂടുതലാണ്. സബ് ഊഫറിൻ്റെ സൈഡിൽ പക്കയായിരിക്കും, പക്കയാണ്, വലിയ കുഴപ്പമില്ല. ഈ ഒരു ബോർഡ് എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് AB ഇലക്ട്രോണിക്സ് തകരപ്പറമ്പ് ട്രിവാൻഡ്രമാണ്. അപ്പം അവരുടെ ഷോപ്പിലെ വില ഇതിന് 2800 രൂപയോളം ആണ്.
അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് അവരെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും അതിൻ്റെ പ്രൈസും എല്ലാം അവർ പറയും. ഇതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് പറയും. കൂടാതെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്, അല്ലാതെ ബിസിനസ് അല്ല ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങുന്നില്ല. അപ്പം നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് താല്പര്യമുണ്ട്, വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, ഇത് വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട്, അത് കൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഇത് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. ഞാൻ ആരെ കയ്യിൽ നിന്നും ₹1 പോലും വാങ്ങിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് AB ഇലക്ട്രോണിക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് ഒന്നുകൂടെ ഓട്ടിച്ച് പറയാം, ഇത് G-Starൻ്റെ 5.1 ക്ലാസ് D ആമ്പാണ്. 50 വാട്ട് ലെഫ്റ്റ് റൈറ്റ്, ബാക്ക് ലെഫ്റ്റ് റൈറ്റ് 50 വാട്ട്, അങ്ങനെയാണ് വരുന്നത്. 50-50 100 50-50 100 അങ്ങനെ 4 ചാനലും. കൂടാതെ തന്നെ നമുക്ക് സബ് വൂഫറിന് 100 വാട്ടും കൂടാതെ സെൻട്രൽ ചാനലിന് 100 വാട്ടുമാണ് പറയുന്നത്. അവരുടെ ഡാറ്റ ഷീറ്റ് പ്രകാരം 100 വാട്ടാണ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കിട്ടത്തില്ല. എന്നാലും നമുക്ക് പറയാം 100 വാട്ട്. കമ്പനി അവകാശപ്പെടുന്നത് 100 വാട്ട് ആണ് അവകാശപ്പെടുന്നത്. കൂടാതെ തന്നെ നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് സിംഗിൾ റെയിൽ 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയാണ്. DC ആണ് നമ്മളിതിൽ കൊടുക്കാനായിട്ടുള്ളത്. AC അല്ല, DC ആണ് കൊടുക്കാനുള്ളത്. റെക്ടിഫൈങ് സെക്ഷൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്തോ അല്ലെങ്കിൽ മാർക്കറ്റിൽ SMPS ഓഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന SMPS വാങ്ങാൻ കിട്ടും. ആ SMPS വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ. 12 വോൾട്ട് തൊട്ട് വർക്ക് ചെയ്യും. 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് കുറച്ചേ കിട്ടുള്ളൂ. മാക്സിമം 24 വാൾട്ടാണ് പറയുന്നത്. 24 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന 100 വാട്ടിന് താഴെ ഒരു 80 വാട്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രോഡക്റ്റിന് പല സ്ഥലങ്ങളിലും പല വിലയാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള വിലയാണ് ഞാനിപ്പം നിങ്ങളത് പറഞ്ഞത്. ചിലപ്പോൾ ഇതിനെക്കാട്ടി വില കുറച്ചോ ഇതിനെക്കാട്ടി വില കൂടുതലോ ആയിരിക്കാം പല സ്ഥലങ്ങളിലും. അപ്പം അതുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യേണ്ട, ആ ഒരു കാര്യത്തിൽ ആരും കമൻറ്റ് ചെയ്യേണ്ട. കാര്യം പല സ്ഥലത്തും ഇതിന് പല വില തന്നെയാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് വർക്കിംഗ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്കിതിൽ കൊടുക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കിന് ഒരു 80 മാർക്ക് കൊടുക്കാൻ പറ്റും. കാര്യം നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാഷിന് ഇത് മുതലാണ്. കാര്യം 2700 രൂപയോളം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഒന്നാമത്തെ കേസ് വളരെ കോമ്പാക്റ്റ് ആണ്. രണ്ടാമത്തെ കേസ് നമുക്ക് ഇതിൻ്റെ വയർ കണക്ഷൻസ് ഒക്കെ വളരെ ഈസിയാണ്. കൂടാതെ തന്നെ ക്ലാസ് D ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് D എന്ന് വെച്ചാൽ അത്ര മോശമായിട്ടുള്ള ഒരു ആമ്പല്ല. പല ആൾക്കാരും ക്ലാസ് Dയെ കുറ്റം പറയുന്നുണ്ട്. അതൊരു വേറൊരു ടോപ്പോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആൾക്കാർക്ക് ട്രാൻസിസ്റ്ററാണ്, ചില ആൾക്കാർക്ക് മോസ്ഫെറ്റൊക്കെയാണ് ഇഷ്ടം. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർക്ക് ക്ലാസ് D ആണ് ഇഷ്ടം. പക്ഷേ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നോക്കി കൊടുക്കുക. ഇത് കണക്ഷൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയി പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ബോർഡിൽ നമുക്ക് 8 ohms 4 ohms സ്പീക്കേഴ്സ് ലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ 8 ohms 4 ohms കൊടുക്കുന്നതിനനുസരിച്ച് വാട്ട് കൂടുന്നതിനും കുറയുന്നതിനും സാധ്യതയുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോർഡിൻ്റെ ഓണറിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. G-Starൻ്റെ ഓണറിനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി എനിക്ക് ആ സമയത്ത് ഒരു ബോർഡ് തന്നില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ തന്നത് AB ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരു വളരെ നന്ദി ഞാൻ ഒരു ബിഗ് താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ഇതുപോലുള്ള ബോർഡുകളുടെ വർക്കിംഗ് വീഡിയോ അല്ലാതെ തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ്. കൂടാതെ തന്നെ ബ്രാൻഡഡ് ആംപ്ലിഫയേഴ്സിൻ്റെയൊക്കെ വർക്കിംഗ് വീഡിയോസും ഞാൻ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക. അവിടെ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു നല്ലൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുക. ബൈ ബൈ, സി യു.